നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആണോ? അയ്യോ, ഏട്ടത്തിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടില്ലേ? അതോ ഇതുപോലെ ഏട്ടത്തിക്കും ജയിലിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതൊരു വലിയ മഹാപാപമായിരിക്കും. ഇല്ല ഗീതമാമേ, അതിന് ഞാൻ അവസരം കൊടുക്കില്ല. എത്രയും വേഗം അമ്മയെ ഞാൻ ജാമ്യത്തിലിറക്കും. അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവും. എത്രയും പെട്ടെന്ന് ഏട്ടത്തിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി നീയായി മാറും. നിന്നെ മാത്രമേ എല്ലാരും കുറ്റപ്പെടുത്തൂ. രൂപേഷ് എവിടെ? ഇപ്പൊ വരും. എന്താ ഗിരിജ, ഞാനിപ്പൊ ഗീതമ്മയും ദർശനയും കൂടി സംസാരിക്കുന്നത് കേട്ടു. എന്ത് സംസാരിക്കുന്നത്? അവക്ക് ഇതിന്റെയൊക്കെ പിന്നിലെ ഇവിടെയുള്ളവരെയൊക്കെ സംശയമുണ്ടെന്ന്. ആരെ? അത് വ്യക്തമായി പറഞ്ഞില്ല, എന്നാലും അങ്ങനെയൊക്കെ പറയാമോ? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ. മനഃപൂർവ്വം നമ്മളെ നാണം കെടുത്താനാ അവൾ ഇന്നലെ ഇതൊന്നും നമ്മളോട് പറയാതെ പോയി കിടന്ന് ഉറങ്ങിയത്. ഇതങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല. എല്ലാവരും എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുമ്പോ അവക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ തന്നെ ഇത് അവളോട് പോയി ചോദിച്ചാലോ? വാ വാ. എന്താ എന്താ പ്രശ്നം? നിങ്ങളുടെ സംസാരം ഇതുവരെയും കഴിഞ്ഞില്ലേ? യതിയേട്ടാ അവള് പറയോ? ഒന്നും നീ പറയണ്ട. ദർശന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? നിരപരാധിയായിട്ടും കൊലക്കേസിൽ പ്രതിയായി ലോക്കപ്പിൽ അടയ്ക്കപ്പെട്ടവളാവള്. ലോക്കപ്പിനുള്ളിൽ ഒരാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. അവിടെ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. യതിയേട്ട എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ എന്റെ പവിയേട്ടനെ കണ്ടു പഠിക്കണം. ഒരു തീരുമാനം എടുത്താ പിന്നെ അതിന്ന് മാറില്ല. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താ? ദർശന ഇന്നലെ രാത്രി വന്നപ്പോ നിങ്ങളോട് കാര്യമൊന്നും പറഞ്ഞില്ല. ക്ഷീണിച്ചു വന്ന അവള് പോയി കിടന്നുറങ്ങി. അതാണോ ഇത്രയ്ക്ക് വലിയ പ്രശ്നമായി നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത്? ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, എല്ലാവരും വിചാരിക്കണം. സ്വന്തം അമ്മായി അമ്മയെ ജയിലിൽ കയറ്റിയ അവളുടെ വീരസാഹസം ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താന്ന് വെച്ചാ ചെയ്യ്. അങ്ങനെ നൈസായിട്ട് രക്ഷപ്പെടാൻ നമ്മ വിചാരിക്കണ്ട. ഇത് കുടിച്ചിട്ട് പോയാ മതി. മോനെ, സത്യം പറഞ്ഞാലേ അമ്മയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. നോക്കിയ രൂപേഷേട്ടാ, എത്ര പെട്ടെന്നാ അമ്മയ്ക്ക് അസ്വസ്ഥത വന്നെന്ന്. ഇത് കുടിപ്പിച്ചിട്ടേ വിടാവൂ. കുടിക്കാം. ദർശനം കഴിക്കുന്നില്ലേ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഗീതമ്മേ. ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. വിശ്വേട്ടന്റെ ആത്മാവ് ഇതൊന്നും പൊറുക്കില്ല. എന്ന് വിശ്വട്ടന്റെ ആത്മാവ് നിന്നോടൊന്ന് പറഞ്ഞോ? നിങ്ങൾ ആരും ദർശനെ കുറ്റപ്പെടുത്തണ്ട. അന്ന് ജയിലിൽ കിടന്നപ്പോ ദർശന അമ്മയോട് ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ. പക്ഷെ അമ്മ കേട്ടില്ല.
എന്താ മോളെ? അമ്മേ, എനിക്ക് അമ്മയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയുടെ തീരുമാനം മാറ്റണം. അമ്മ ഈ കുറ്റം ഏറ്റെടുക്കരുത്. അമ്മ ജയിലിൽ കിടക്കുന്നത് എനിക്കും രൂപേഷേട്ടനൊന്നും സഹിക്കാൻ കഴിയില്ല. എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തും. ഇത്രയും പ്രായമായ അമ്മയെ ജയിലിലാക്കിയതിന് നമ്മുടെ വീട് തകർന്നു പോവും. നിനക്ക് തെറ്റി മോളെ. ഞാനിത് ചെയ്തില്ലെങ്കിലാ നമ്മുടെ കുടുംബം തകർന്നു പോകുന്നത്. അമ്മേ, ചെറുപ്പം മുതലേ നീ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ചു. രൂപേഷ് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മുതൽ ഞങ്ങൾ എല്ലാവരും അത് ആഗ്രഹിച്ചു. നീ IPS-കാരിയാകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാ. നീ ജയിലിൽ പോയാൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അത് നടക്കണം. ഇക്കാര്യത്തിൽ നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല. അമ്മേ, ഞാൻ ജയിലിൽ പോയാലും കുടുംബം നോക്കി നടത്താനുള്ള കഴിവ് നിനക്കുണ്ട്. നീ പുറത്തുണ്ടാവണം. നീ എന്നെ പുറത്തു കൊണ്ടുവരുമെന്നും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ മോളെ ഭയക്കുന്നത്? അമ്മേ, CI സാമുവൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞാൻ കീഴടങ്ങുന്നത് തന്നെയാ നല്ലത്. അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഇനി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ഫോൺ വെക്കുക. ഹലോ ഹലോ അമ്മേ. ഇനിയിപ്പൊ ന്യായീകരണങ്ങൾ എന്ത് വേണോ ആകാലോ. നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു. IPS ആകുന്നതിന് ദർശനിക്കിന് ഒരു തടസ്സവും ഇല്ല. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അമ്മയ്ക്കറിയാം സത്യം. അമ്മയെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ ചെയ്യും. ഇങ്ങനെ തള്ളി മറിച്ചിട്ട് ഒരു കാര്യമില്ല. പോയി കൊണ്ടുവരണം. നിനക്ക് എന്തിന്റെ കേടാ രഞ്ജിനി? ഇനി നിന്റെ ഈ വൃത്തികെട്ട നാവെടുത്ത് പുറത്തിട്ടാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വളരെ മോശമായി പോയി. ദർശനെ ഇങ്ങനെ അപമാനിക്കരുത്. ആരപമാനിച്ചു? ഇതൊക്കെ കേൾക്കണം. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. നാളെ ഈ നാട്ടുകാർ മുഴുവൻ പറയാൻ പോകുന്നതാ. ഈ പാപഭാരം നിന്റെ തലേന്ന് ഒരിക്കലും ഇറങ്ങിപ്പോവുകയില്ല. മതി പറഞ്ഞത്. ദർശന പറഞ്ഞതൊക്കെ സത്യ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് അമ്മയെ അപമാനിക്കുന്നതിന് തുല്യ. അമ്മയുടെ വാക്ക് ഞങ്ങൾ പാലിച്ചു. അമ്മയുടെ വാക്കിനെതിരെ സംസാരിക്കുന്നവർ ആരായാലും ഈ വീട്ടിൽ നിൽക്കാൻ അവർ അർഹരല്ല. പണ്ടൊരിക്കൽ ഇവിടുന്ന് പോവേണ്ടി വന്നത് മറന്നിട്ടൊന്നുമില്ലല്ലോ. അതുപോലെ ഇനിയും ഇറക്കി വിടാന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ടുമില്ല. ഞങ്ങൾ ആരും ആരെയും ഇറക്കി വിട്ടിട്ടില്ല.